Anywhere you go, anywhere you go, give it all. തവീവത്ത് വാൻഡ സംവിധാനം ചെയ്ത് 2023 ഇറങ്ങിയ ഒരു തായ്ലാൻഡ് ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഡെത്ത് വിസ്പറർ. രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. ചിലപ്പോൾ നിങ്ങളും ആ കൊടൂര പ്രേതത്തിൻ്റെ കൺട്രോളിൽ ആയിരിക്കും. ഏത് പ്രേതത്തിൻ്റെ? അത് അങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ കഴിയില്ല. അതേപോലെ പേടിയുള്ളവർ അത് അറിയാനും ശ്രമിക്കരുത്. ഓഹോ, എങ്കിൽ അറിഞ്ഞിട്ടു തന്നെ കാര്യം. എങ്കിൽ വരൂ കൂട്ടുകാരെ, നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ അതേ സസ്പെൻസോട് കൂടി പാക്കലാമാ. അതിനു മുൻപ് പുതുതായി വന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് ഓൺ ആൻഡ് ഓൾ നോട്ടിഫിക്കേഷൻ. ഈ ചിത്രം കീറി മുറിച്ചാൽ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വർഷം 1972 കാഞ്ചനപുരി എന്നൊരു ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും പുലർച്ചെ കൃഷി നനച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. നമ്മുടെ കൃഷി കാരണം നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ മകളുടെ അസുഖം എന്ത് തന്നെയായിരുന്നാലും നമുക്ക് അത് മാറ്റിയെടുക്കണം. എന്നാൽ നമ്മൾ എത്ര ചെലവാക്കിയിട്ടും നമ്മുടെ മകളുടെ പ്രശ്നം മാറുന്നില്ലല്ലോ. അവൾ നട്ടപ്പാതിരാക്ക് പ്രേതത്തെ പോലെ എഴുന്നേറ്റ് ഇരിക്കലല്ലേ അവളുടെ പണി എന്നൊക്കെ അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയാണ്. അന്നേരം അവരുടെ വീട്ടിൽ നിന്നും മകൾ അലറുന്ന ശബ്ദം കേൾക്കുകയും പെട്ടെന്ന് ഓടിപ്പോയി നോക്കുമ്പോൾ മകൾ അവിടെ എന്തോ കണ്ടു പേടിച്ച് അലറി ഓടി വന്ന് വീഴുകയും ശരീരം മൊത്തം വേദന കൊണ്ട് പുളഞ്ഞ് അവളുടെ വയറ് വീർത്തു വന്ന് അത് പൊട്ടിത്തെറിച്ച് ഒടുവിൽ കൊടൂരമായി അവൾ മരിച്ചു പോവുകയും ചെയ്തു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഒരു മലയോര പ്രദേശത്ത് ഒരു വീട് കാണാം. ആ വീട്ടിൽ നേരം വെളുത്തിട്ടും നമ്മുടെ നായിക ആദി എഴുന്നേൽക്കാൻ മടിച്ച് കിടക്കുന്നത് കാണാം. അല്പം കഴിഞ്ഞ് ബോധം വന്നപ്പോൾ അയ്യോ, ചെടിക്ക് വെള്ളം ഒഴിക്കാനുണ്ട്, ഒഴിച്ചില്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടും എന്ന് പറഞ്ഞ് ആദി പുറത്തിറങ്ങി നോക്കുമ്പോൾ വെള്ളം ഒഴിക്കുന്ന പാത്രം അത് കാണാനില്ല. അമ്മേ, ആ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പാത്രം എവിടെയാ? കാണാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണോ എഴുന്നേൽക്കുന്നത്? അച്ഛൻ അറിഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അമ്മ വഴക്ക് പറയുമ്പോൾ അവിടേക്ക് അവളുടെ അനിയത്തി ആമി വന്ന് നിൽക്കുകയാണ്. കയ്യിൽ വെള്ളമൊഴിക്കുന്ന പാത്രവുമുണ്ട്. അതായത് ആ ചെടികൾക്ക് ഒക്കെ ഇവൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിരുന്നു. അതിനാൽ ആദിയൊക്കെ മാറി ആശ്വാസമാവുകയാണ്. ആദിക്ക് അമ്മയും 2 അനിയത്തിമാരും 3 ബ്രദേഴ്സ് കൂടിയുണ്ട്. അതിൽ മൂത്ത ചേട്ടൻ യാക്ക് പുറം നാട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ബാക്കി 2 ബ്രദേഴ്സ് ഇവിടെ തന്നെയുണ്ട്. മക്കളെ, ഇന്ന് സ്കൂൾ വിട്ട ശേഷം എല്ലാവരും പെട്ടെന്ന് വീട്ടിലോട്ട് വരണം. നിങ്ങളെ എല്ലാവരെയും അച്ഛൻ ഇന്ന് രാത്രി അടുത്തുള്ള എക്സിബിഷന് കൂട്ടിയിട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട് 3 പെൺകുട്ടികൾക്കും സന്തോഷമാവുകയാണ്. അന്നേരം ചെറിയ കുട്ടിപ്പെണ്ണ്, അമ്മേ, എനിക്ക് പഞ്ഞിമിഠായി വാങ്ങിച്ചു തരണം എന്ന് പറയുമ്പോൾ പഞ്ഞിമുട്ടായിയോ? പഞ്ഞിമുട്ടായി കഴിച്ചാൽ പല്ല് പോകും, അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചു തരാൻ പറ്റില്ല, അച്ഛൻ വഴക്ക് പറയും എന്ന് പറയുകയാണ്. അത് കേട്ട് കുട്ടിപ്പെണ്ണിന് വിഷമമാവുകയും അങ്ങനെ അവർ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. അന്നേരം ആദി പറയുന്നു, എനിക്ക് സ്കൂൾ വിട്ട് പെട്ടെന്ന് വരാൻ പറ്റില്ല, ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് ക്ലാസ് കഴിഞ്ഞ് കുറച്ചു നേരം നിൽക്കേണ്ടി വരും. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഇനി ലീവാണ്, അതുകൊണ്ട് സ്കൂളിലുള്ള ബെഞ്ചൊക്കെ ക്ലീൻ ചെയ്തു വെക്കാൻ അങ്ങനെ കുറെ ജോലികളുണ്ട് എന്നൊക്കെ പറയുകയാണ്. അന്നേരം കുട്ടിപ്പെണ്ണ് സാഡായി നടക്കുന്നത് കണ്ട് എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എനിക്ക് പഞ്ഞിമിഠായി വാങ്ങിച്ചു തരില്ല എന്ന് പറഞ്ഞു. ഓ, അതാണോ? നീ വിഷമിക്കേണ്ട, ആരും തന്നില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു തരാം എന്ന് പറയുകയും അത് കേട്ട് കുട്ടിപ്പെണ്ണിന് ഒരുപാട് സന്തോഷമാവുകയാണ്. ആ സന്തോഷത്തോടെ ഓടി മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് എന്തോ കണ്ട് അവൾ അവിടെ നിൽക്കുകയാണ്. എന്തെന്നാൽ അവിടെ ഒരു വലിയ മരം. ആ മരത്തിൻ്റെ ചുവട്ടിലേക്ക് അവൾ നോക്കി നിൽക്കുകയാണ്. നീ എന്താടി ഇങ്ങനെ കുറുകുറുന്ന് നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒന്നും പറയാതെ അവളുടെ സ്കൂൾ ബസ്സിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. അങ്ങനെ 3 പേരും സ്കൂളിൽ എത്തുകയും ചെയ്തു. ആദ്യം സ്കൂളെല്ലാം ക്ലീൻ ചെയ്ത് അവിടെയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ അവിടെ അനിയത്തി ആമി ഇരിക്കുന്നത് കാണുകയാണ്. നീ എന്ത് പേപ്പറാ, ലവ് ലെറ്റർ ആണോ വായിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പേപ്പർ വാങ്ങി നോക്കുമ്പോൾ അതിൽ ഒരു കൊടൂരമായ ഒരു പിശാചിന്റെ ചിത്രം കാണുകയാണ്. ഒരു ചിത്രം മാത്രമല്ല, അവിടെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതൊക്കെ ആരാ വരച്ചതെന്ന് നോക്കുമ്പോൾ ആ പേപ്പറിൽ നാർട്ട് എന്നൊരു പെൺകുട്ടിയുടെ പേരുണ്ട്. ആ പേര് കണ്ടതോടെ അവർ ഞെട്ടുകയാണ്. നാർട്ട് ആരാണെന്ന് വെച്ചാൽ തുടക്കത്തിൽ ഒരു പെൺകുട്ടി വായിൽ നിന്നും ഒക്കെ രക്തം വന്ന് വയറ് പൊട്ടി മരിച്ചിരുന്നില്ലേ, അവളുടെ പേരാണ് നാർട്ട്. അവൾ ഇതേ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അങ്ങനെ ക്ലാസ് ഒക്കെ വൃത്തിയാക്കിയ ശേഷം അവർ സ്കൂൾ വിട്ടു അവരുടെ ബസ് സ്റ്റാൻഡിലേക്ക് എത്തുമ്പോൾ സമയം 6:30 മണിയായി. നേരം പതിയെ ഇരുട്ടി തുടങ്ങി. മലയോര പ്രദേശമായതിനാൽ പെട്ടെന്ന് ഇരുട്ട് കയറി വരാൻ തുടങ്ങി. അങ്ങനെ 3 പേരും പേടിയോടെ വീട്ടിലേക്ക് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ആ വലിയ മരത്തിന്റെ അടുത്തെത്തിയപ്പോൾ നോക്കിയാൽ ദേ ഒരു കൊടൂര പ്രേതം നിന്നിട്ട് അവരെ തന്നെ നോക്കുന്നു. ആദ്യം
കുട്ടിപ്പെണ്ണിന് മാത്രമാണ് കണ്ടതെങ്കിലും പിന്നീട് ആമിക്കും ആദിക്കും ആ പ്രേതത്തെ കാണുകയാണ്. പിന്നെ പറയാനുണ്ടോ, 3 പേരും വാലും പൊക്കി ഓടാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് അവരുടെ മുന്നിലേക്ക് അവരുടെ ബ്രദർ വന്നിട്ട് പേടിപ്പിക്കുകയാണ്. ഒന്നാമത് നമ്മൾ പേടിച്ചു വരുന്ന വഴിയാ, അതിനിടയിൽ പേടിപ്പിക്കുന്നത് എന്തിനാ ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, ഓഹോ അങ്ങനെയാണോ, നിങ്ങളെ കാണാത്തത് കൊണ്ട് അച്ഛൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാ, പെട്ടെന്ന് എല്ലാവരും വാ എന്ന് പറഞ്ഞ് അവർ എല്ലാവരും അങ്ങനെ വീട്ടിലേക്ക് നടന്ന് എത്തുകയും ചെയ്തു. എന്നാൽ അവിടെ അച്ഛൻ കയ്യിൽ വടിയും പിടിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു. സ്കൂൾ വിട്ട അവിടെ ഇവിടെ ചുറ്റിക്കളിക്കാതെ മര്യാദയ്ക്ക് വീട്ടിലോട്ട് വരണം എന്ന് പറഞ്ഞതല്ലേ, എന്താ ഇത്ര ലേറ്റ് ആയത് എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ക്ലീനിങ് വർക്കൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ, ദേ നോക്ക്, മര്യാദയ്ക്ക് പഠിക്കാൻ ആണെങ്കിൽ മാത്രം സ്കൂളിൽ പോയാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരെ പോലെ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് നിൽക്ക് എന്ന് അച്ഛൻ പറയുകയും അത് കേട്ട് 3 പേരും ഒന്നും പറയാതെ 3 പേരും അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അതിനുശേഷം രാവിലെ അവരുടെ അമ്മ പറഞ്ഞതുപോലെ എല്ലാവരും എക്സിബിഷന് പോവുകയാണ്. അതിനാൽ ആദിക്കും 2 അനിയത്തിമാർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. ആദ്യം അവിടെയുള്ള ഒരു കോവിലിൽ എത്തി, എൻ്റെ ഭഗവാനെ, എൻ്റെ കുടുംബത്തിലുള്ള അസുഖങ്ങളൊക്കെ മാറണം, ഒരു ദുഷ്ടശക്തിയും എൻ്റെ കുടുംബത്തിന് ഏൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അത് കേട്ട് ആദി, അമ്മേ അതിന് നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ആർക്കും അസുഖങ്ങൾ ഒന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും പറയുന്നതേ ഇല്ല. ആദിയും ആമിയും കുട്ടിപ്പെണ്ണും പുറത്തു വന്ന് കുട്ടിപ്പെണ്ണ് പറഞ്ഞ പോലെ അവൾക്ക് പഞ്ഞിമുട്ടായി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. അന്നേരം ആമിക്ക് എന്തോ അസ്വസ്ഥത പോലെ ചുമക്കുന്നത് കണ്ടിട്ട്, എന്തു പറ്റി, സുഖമില്ലേ, അമ്മയെ വിളിക്കണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇപ്പോൾ അമ്മയോട് പറയല്ലേ, പറഞ്ഞാൽ ആ കറങ്ങുന്ന കുന്ത്രാണ്ടത്തിൽ എന്നെ ഇരുത്താൻ സമ്മതിക്കില്ല, എനിക്ക് അതിൽ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിനാൽ ഇരുന്നതിന് ശേഷം അമ്മയോട് പറയാം. അങ്ങനെ അത് കേട്ട് അവർ എല്ലാവരും ആ കുന്ത്രാണ്ടത്തിൽ കയറി ഇരുന്ന് കറങ്ങാൻ തുടങ്ങി. ഈ കുന്ത്രാണ്ടത്തെ നമ്മൾ തൊട്ടിലാട്ടം എന്നാണ് പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും. അങ്ങനെ ആ തൊട്ടിലാട്ടം കറങ്ങിക്കൊണ്ടിരിക്കെ കുട്ടിപ്പെണ്ണ് അവിടുന്ന് എഴുന്നേറ്റ് താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു മുത്തശ്ശി അവളെ തന്നെ നോക്കി കൈ കാട്ടി നിൽക്കുന്നത് കാണുകയാണ്. ആ മുത്തശ്ശിയുടെ കൊടൂര കണ്ണ് കണ്ട് കുട്ടിപ്പെണ്ണിന് പേടിയാവുകയാണ്. എന്നാൽ ആദി താഴോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ആ മുത്തശ്ശിയെ കാണാനില്ല. അങ്ങനെ കറങ്ങി ഒടുവിൽ അതിൽ നിന്നും താഴെ ഇറങ്ങുമ്പോൾ ആമിക്ക് ആണെങ്കിൽ മുൻപത്തേക്കാൾ കൂടുതൽ സുഖമില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. അതൊക്കെ കണ്ട് അവരുടെ അച്ഛനും അമ്മയും എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ആമിക്ക് ജലദോഷം പിടിച്ചതായിരിക്കും എന്ന് ആദി പറയുകയാണ്. ശരി വീട്ടിൽ പോയിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്ക്, നാളെ രാവിലെ കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോവുകയും അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആമിയെ ബ്രദർ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ നേരത്ത് ഇവർക്ക് മൂത്ത ഒരു ഏട്ടൻ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ, യാക്ക് എന്നൊരുത്തൻ, അവൻ പുറം നാട്ടിൽ നിന്നും ലീവ് കിട്ടി നാട്ടിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവൻ ഇവരുടെ കൂടെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. യാക്കിനെ കണ്ടതിനാൽ അനിയത്തിമാർക്ക് ഒരുപാട് സന്തോഷം. അതേപോലെ ഒരുപാട് നാളായി പുറം നാട്ടിൽ ജോലി ചെയ്ത് തിരിച്ചെത്തിയതിനാൽ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷം. അങ്ങനെ അന്ന് രാത്രി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം ഒക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ തുടങ്ങി. അന്നേരം ആമിക്ക് എന്തൊക്കെയോ കൊടൂരമായ ഇല്യൂഷൻസ് ഒക്കെ വന്നു പോകാൻ തുടങ്ങി. അതിൽ ഭയന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കതക് ഒക്കെ ഓപ്പണായി കിടക്കുന്നത് കാണുകയും അവിടെ പോയി കതക് ക്ലോസ് ചെയ്ത് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുമ്പോൾ വീണ്ടും കതക് ആരോ തുറക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതിനാൽ ഇത്തവണ കൂടുതൽ ഭയന്ന് പതുക്കെ അവിടെ പോയി കതക് അടക്കുമ്പോൾ നോക്കിയാൽ ദേ പുറകിൽ ഒരു കൊടൂര പ്രേതം. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ കാണാനില്ല. ഇതേ നേരം ആദി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആമി ആണെങ്കിൽ എന്തോ വ്യത്യസ്തമായി നടന്നുകൊണ്ട് പോകുന്നതായി കാണുകയാണ്. ഇവൾ ഇതെവിടെയാ പോകുന്നത് എന്നൊരു കൗതുകത്തിൽ ആദി പുറകെ പോയി നോക്കുമ്പോൾ ആമി കിച്ചണിൽ കുത്തിയിരുന്ന് എന്തോ മാക്ക് കഴിച്ചോണ്ടിരിക്കുന്നതായി കാണുകയാണ്. പതുക്കെ അവളുടെ അടുത്തേക്ക് പോയി വിളിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു ഡോറിൽ ഒരു റേഡിയോ ഓൺ ആവുകയും റേഡിയോ ഓഫ് ചെയ്യാനായി ആദി പോയപ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ആമി പ്രേതത്തെ പോലെ വന്ന് നിൽക്കുകയാണ്. അന്നേരം അവളോട്, നീ എന്താ ഈ നട്ടപ്പാതിരാക്ക് കിച്ചണിൽ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ചേച്ചി എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കഴിക്കാനാ വന്നത് എന്ന് അവൾ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പുറത്ത് എന്തോ ശബ്ദം കേട്ടാണ് ആദി ഉണരുന്നത്. എന്താണെന്ന് നോക്കിയാൽ അച്ഛൻ്റെ കൂടെ പറമ്പിൽ പണിയെടുക്കുന്ന ഒരു പണിക്കാരൻ വന്നിട്ട് അവിടെ എന്തോ കണ്ടു പേടിച്ച ഒരു കാര്യം പറയുകയായിരുന്നു. അയാൾ പറയുന്നത് കേട്ട് അച്ഛൻ വിശ്വസിക്കാതെ, എടാ നിനക്ക് ശമ്പളം കൂടുതൽ വേണമെങ്കിൽ അത് ചോദിച്ചാൽ പോരെ, എന്തിനാ പ്രേതത്തെ കണ്ടു പിശാചിനെ കണ്ടു എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് അച്ഛൻ വഴക്കിടുമ്പോൾ അവിടെ യാക്ക് ഇടപെട്ട്, അച്ഛാ ഇയാളെ വഴക്ക് പറയേണ്ട,
ഇക്കാര്യം ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് അച്ഛനെ പറഞ്ഞു വിട്ട് യാക്ക് പണിക്കാരന് ഒരു സിഗരറ്റ് കൊടുത്ത് ഭാസ്കരേട്ടൻ വിഷമിക്കേണ്ട, അച്ഛനോട് ഇക്കാര്യങ്ങൾ ഒക്കെ പറഞ്ഞാൽ അച്ഛൻ ദേഷ്യപ്പെടും. കാരണം അച്ഛൻ ഇതിലൊന്നും വിശ്വാസം ഇല്ല. അതുകൊണ്ട് എന്നോട് പറ, ശരിക്കും അവിടെ എന്താ കണ്ടത്? എന്ത് കണ്ടാണ് നിങ്ങൾ പേടിച്ചത്? അത് കേട്ട് ഭാസ്കരേട്ടൻ കൂടുതൽ പറയാൻ നിൽക്കാതെ, ഏയ് ഒന്നുമില്ല മോനെ, നിങ്ങളുടെ പറമ്പിൽ എന്ത് ജോലി ആണെങ്കിലും അത് ഇന്ന് തന്നെ തീർത്തിട്ട് ഞാൻ പോകാം. പക്ഷേ ഇവിടെ ഞാൻ താമസിക്കില്ല. എന്നാൽ നിന്നോട് ഒരു കാര്യം മാത്രം പറയാം, നിന്റെ കുടുംബത്തെ മാത്രം നീ സംരക്ഷിക്ക്, അത് നിങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഭാസ്കരേട്ടൻ പോവുകയാണ്. അതിനുശേഷം ആദി വീടിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ ആമി ഇരിക്കുന്നത് കണ്ട്, എടേ പുറത്ത് നല്ല ക്ലൈമറ്റ് ആണ്, നമുക്ക് പുറത്ത് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആമിയാണെങ്കിൽ മുഖത്ത് അടിച്ചതുപോലെ, ഞാൻ വരുന്നില്ല, നീ പോയിക്കോ എന്ന് പറഞ്ഞ് അവിടെ ചുരുണ്ട് കിടക്കുകയാണ്. കിടന്നത് മാത്രമല്ല കുട്ടിപ്പെണ്ണിനെ നോക്കി, എടി എനിക്കൊന്നും മസാജ് ചെയ്തു താ എന്ന് പറയുകയാണ്. അന്നേരം ആദി കലിപ്പിൽ, എടി അവൾ ചെറിയ കുട്ടിയല്ലേ, അവളോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അന്നേരം അവിടേക്ക് അമ്മ എത്തുകയും എന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ആമി കള്ളം പറയാൻ തുടങ്ങി. അമ്മേ, എനിക്ക് വയ്യ എന്ന് അറിഞ്ഞിട്ടും ചേച്ചി എന്നെ നിർബന്ധിച്ച് വലിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാ. ആ പറയുന്നത് കേട്ട് അമ്മ ദേഷ്യത്തിൽ ആദിയോട്, എടേ ഓൾക്ക് സുഖമില്ല എന്നറിയില്ലേ, പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? ഇവിടുന്ന് പോയിക്കോ, പോയി പുറത്ത് എന്തേലും ജോലി ചെയ്യ് എന്ന് പറഞ്ഞു വിടുകയും ആദി പുറത്തേക്ക് പോയി മോങ്ങാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് കുട്ടിപ്പെണ്ണ് വന്ന്, ചേച്ചി ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ കിടക്കട്ടെ, ആമി ചേച്ചിയുടെ കൂടെ കിടക്കാൻ എനിക്ക് പേടിയാ. അതെന്താ, എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ രാത്രി കിടന്നു കഴിയുമ്പോൾ ചേച്ചി എന്നെ തന്നെ തുറിച്ചു നോക്കുകയാ, അത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. അതും എങ്ങനെയാ നോക്കുന്നത് എന്നറിയോ, ദേ ഇങ്ങനെയാ എന്ന് പറഞ്ഞ് തറയിൽ ചിത്രം വരച്ച് കാണിക്കുകയാണ്. അത് കണ്ട് നീ പേടിക്കേണ്ട, ഇന്ന് എൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു വിടുകയാണ്. അതിനുശേഷം തറയിൽ വരച്ച ചിത്രം മായ്ച്ചു കളയുകയാണ്. അച്ഛനും അമ്മയും ആണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമായി ടൗണിൽ പോകേണ്ടതുണ്ട്. അതിനാൽ ആദിയോട്, ഇന്ന് ഒരു ദിവസം അനിയത്തിമാരെ ശ്രദ്ധിക്കണേ, നമ്മൾ നാളെ രാവിലെ ജോലിയൊക്കെ തീർത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അച്ഛനും അമ്മയും അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം ഒരു മീറ്റിംഗ് പോലെ യാക്ക് അവൻ്റെ അനിയന്മാരോട് സംസാരിക്കാൻ തുടങ്ങി. എടാ, ഞാൻ ഇവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും അമാനുഷികമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? എന്തെന്നാൽ നമ്മുടെ സ്ഥലത്ത് പണിയെടുക്കുന്ന ഭാസ്കരേട്ടൻ്റെ മുഖം ഞാൻ കണ്ടു. അയാൾ ഭയങ്കര പേടിച്ചിട്ടാണുള്ളത്. തീർച്ചയായും അയാൾ എന്തോ ഒരു സംഭവം കണ്ടിട്ടുണ്ടാവും. അയാൾ കണ്ടതുപോലെ നിങ്ങൾ എന്തെങ്കിലും അമാനുഷികമായ രൂപത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രണ്ട് അനിയന്മാരും ഒന്നും കണ്ടില്ല എന്ന് പറയുകയാണ്. അന്നേരം അവിടേക്ക് ആദി വന്ന്, എനിക്കൊരു അമാനുഷികമായ ശബ്ദം കേട്ടോ, അതും ഒരു പെണ്ണിൻ്റെ വോയിസ്, ആ ശബ്ദം ഇപ്പോഴും എൻ്റെ കാതിൽ കേട്ടോണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അനിയന്മാർ ആണെങ്കിൽ, നിനക്ക് മാത്രമാണോ കേട്ടത്? ഞങ്ങൾക്കൊന്നും കേട്ടില്ലല്ലോ, അപ്പോൾ നിന്റെ തോന്നലായിരിക്കും എന്ന് പറയുകയാണ്. എന്നാൽ മൂത്ത ചേട്ടനായ യാക്കിന് ഇത് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ എന്ന് ഒരു കൺഫ്യൂഷൻ തോന്നുകയാണ്. അങ്ങനെ അന്ന് നേരം ഇരുട്ടുകയും യാക്ക് മാത്രം പുറത്ത് ഊഞ്ഞാലിൽ കിടന്നത് കണ്ടിട്ട് അവിടത്തേക്ക് ആദി വന്ന്, എന്തിനാ ഇവിടെ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് കേട്ട ആ ശബ്ദം എനിക്ക് കേട്ടില്ലല്ലോ എന്ന് പറയുകയാണ്. എന്നാൽ അത് കാര്യമായി എടുക്കേണ്ട, ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം എന്ന് ആദി പറയുമ്പോൾ, ഇല്ല, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ അച്ഛനോട് ഭാസ്കരേട്ടൻ സംസാരിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അയാൾ എന്തോ ഒന്ന് കണ്ടു പേടിച്ചിരുന്നു. എന്നാൽ ഞാൻ ചോദിക്കുമ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ല. അത് തിരിച്ചു വന്നു, നിന്റെ കുടുംബത്തെ നീ സംരക്ഷിക്കണം എന്ന് മാത്രമാണ് ഭാസ്കരേട്ടൻ എന്നോട് പറഞ്ഞത്. അത് കേട്ട് ആദിക്ക് കൂടുതൽ പേടിയാവുകയാണ്. അന്നേരം, എടി നീ പേടിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം, നീ പോയി കിടന്നു ഉറങ്ങിക്കോ എന്ന് പറഞ്ഞു വിടുകയും ശേഷം യാക്ക് ആണെങ്കിൽ അവിടെ തന്നെ കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെ അല്പം കഴിഞ്ഞപ്പോൾ പതിവ് പോലെ ആമിയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അത് ആദി കാണുകയും അവളെ തടഞ്ഞു നിർത്താൻ നോക്കുന്നതിന് മുൻപ് ആദിയുടെ ചെവിയിൽ എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് കേട്ട് ആദി അവിടെ മയങ്ങി വീഴുകയും ചെയ്തു. എന്നാൽ പൂർണ്ണമായി മയങ്ങി പോകുന്നതിന് മുൻപേ അവൾ സ്വന്തം കൈ കടിച്ചതിനാൽ അവൾ മയങ്ങി പോകാതെ ബോധം തിരിച്ചെടുത്ത് ആദ്യം കുട്ടിപ്പെണ്ണിനെ അന്വേഷിച്ചു പോവുകയും അവളെ കണ്ടെത്തുകയും ചെയ്തു. അവൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മോളെ, നീ വീടിനകത്ത് തന്നെ ഇരിക്ക്, പുറത്തിറങ്ങി പോകരുത്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് കുട്ടിപ്പെണ്ണിനെ വീടിനകത്തേക്ക് പോകാൻ പറയുമ്പോൾ, ചേച്ചി ഞാനും വരട്ടെ എന്ന് പറഞ്ഞ് കുട്ടിപ്പെണ്ണും വാശി പിടിക്കുകയാണ്. എന്നാൽ അവളെ കബോർഡിൽ നിർത്തി, നീ ഒരു കാരണവശാലും വരരുത് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി നടക്കുമ്പോൾ അവിടെ 3 ബ്രദേഴ്സും തോക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അതിൽ ഒരുത്തൻ ആദ്യം പിടിച്ചു നിർത്തി, നീ എന്തിനാടി പുറത്തിറങ്ങിയത്, അകത്തേക്ക് പോ എന്ന് പറഞ്ഞിട്ട് ടോർച്ച് അടിച്ച് ഓരോ ഭാഗത്തേക്ക് നോക്കുകയാണ്. നോക്കിയാൽ ദേ അവിടെ ഒരു കൊടൂര പ്രേതം കൊടൂരമായി ഇവനെ നോക്കി ചിരിക്കുന്നു. അത് കണ്ട് വെടി പൊട്ടിച്ചെങ്കിലും പിന്നീട് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. അതേപോലെ ആമിയെ എവിടുന്നാണ് കണ്ടുപിടിച്ചത് എന്നറിയില്ല. അവളെയും തൂക്കിയെടുത്ത് വീടിനകത്തേക്ക് വരികയും വീടിൻ്റെ ഡോറും ജനാലയും എല്ലാം അടച്ചു വെച്ച് ആമിയെ ബെഡിൽ കിടത്തിയിട്ട്, ഇപ്പോൾ നിനക്ക് എങ്ങനെയുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ
ചോദിക്കുമ്പോൾ എനിക്ക് ചെറുതായി വയറുവേദനിക്കുന്നു, ഞാൻ ഇത്രയും നേരം എവിടെയാ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നീ പേടിക്കേണ്ട, വിഷമിക്കേണ്ട, കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് അവർ ആ റൂം വിട്ട് പുറത്തേക്ക് പോവുകയാണ്. ശേഷം ആദി ഏട്ടന്മാരോട് ആമിയെ എവിടുന്നാ കിട്ടിയത്, എന്നോടെങ്കിലും സത്യം പറ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് ആ കാര്യം പറയുന്നത്. അനിയത്തിമാർ ഉറങ്ങിയതിനു ശേഷം 3 ബ്രദേഴ്സും കൂടി മദ്യപിക്കുകയായിരുന്നു. അതിൽ മൂത്ത ബ്രദറായ യാക്ക് മദ്യപിച്ചിരുന്നെങ്കിലും അവന് കുറച്ച് ബോധം ഉണ്ടായിരുന്നു. ആ ഉള്ള ബോധം വെച്ച് ഒരു സിഗരറ്റ് വലിക്കാം എന്ന് കരുതി നിൽക്കുമ്പോൾ കൃത്യം വീടിൻ്റെ ഡോർ തുറന്ന് അതുവഴി ആമി സ്വബോധം ഇല്ലാത്തവളെ പോലെ പോകുന്നത് കാണുകയും അവളെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും ഏതോ ഒരു പെണ്ണിൻ്റെ വോയിസ് കേട്ട് ചെവി അടഞ്ഞു പോകുന്ന പോലെ ഒരു വോയിസ് കേൾക്കാൻ തുടങ്ങി. നിലത്ത് വീണ് ബോധം പോകുന്നതിന് മുൻപേ ബോധം പോകാതിരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വിളക്കിൽ കൈ പൊള്ളിക്കുകയും ചെയ്തു. അങ്ങനെ ബോധം പോവാതെ പിടിച്ചു നിർത്തുകയും തോക്കെടുത്ത് എല്ലാവരെയും വിളിച്ച് ആമി എവിടെയാ ഉള്ളത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ആമിയെ അന്വേഷിച്ചു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ അവിടെ ഒരു കൊടൂര പ്രേതം നിൽക്കുന്നു. വീണ്ടും അവിടെ ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ അതിനെ കാണാനില്ല. അന്വേഷിച്ച് ഒടുവിൽ കാടിനകത്തേക്ക് കയറുകയും അവിടെ ഓരോ ഭാഗത്തായി അന്വേഷിക്കുമ്പോൾ ദേ അവിടെ നിൽക്കുന്നു ആമി. അങ്ങനെ അവളെ രക്ഷിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവിടെ വലിയൊരു മരമുണ്ട്. ആ മരത്തിലേക്ക് ആ കൊടൂര പ്രേതം പോകുന്നതായി കാണുകയും കയ്യിലുള്ള തോക്കെടുത്ത് അവിടത്തേക്ക് വെടിവെച്ച് പൊട്ടിക്കാൻ തുടങ്ങി. എന്നാൽ പ്രേതത്തിന് ഒന്നും സംഭവിച്ചില്ല. പ്രേതമാണെങ്കിൽ വെടിവെക്കുമ്പോൾ ഓരോ ഭാഗത്തേക്കായി മാറി മാറി നിന്ന് അവരെ കളിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ തവണ പ്രേതത്തിന് വെടിവെക്കാൻ നോക്കിയെങ്കിലും അതിന് സാധിച്ചില്ല. ഒടുവിൽ പ്രേതം അവിടുന്ന് അപ്രത്യക്ഷമായി എന്നൊക്കെ ഇപ്പോൾ ആ കഥ ആദിയോട് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു വായ മൂടിയതും ഇപ്പോൾ ആദി പറയുന്നു, ഞാനും ആ പ്രേതത്തെ കണ്ടിട്ടുണ്ട്. അതും നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഒരു വലിയ മരത്തെ കണ്ടു എന്ന്. ആ മരത്തിൻ്റെ അടിയിലാണ് ഞാനും കണ്ടത്. അതിനു നീളമുള്ള മുടിയും വെളുത്ത കണ്ണും പിന്നെ കറുത്ത വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് വീടിൻ്റെ ഡോർ ഒരൊറ്റ അടയൽ. ആ ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ചു ഞെട്ടി എഴുന്നേറ്റ് പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. നിങ്ങൾ ആരും പേടിക്കേണ്ട, എല്ലാവരും കിടന്ന് ഉറങ്ങിക്കോ, എന്തു വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് യാക്ക് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ യാക്ക് ആണെങ്കിൽ എങ്ങോട്ടോ പോകാൻ വേണ്ടി കാർ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ആദി വന്ന്, ചേട്ടാ എനിക്ക് ആ നാട്ടിന് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് എനിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, എന്ത് നാട്ടിന് നിനക്കറിയാമോ? ഞാൻ ഈ നാട്ടിൽ വന്നപ്പോൾ തന്നെ നാട്ടിനെ കുറിച്ച് അന്വേഷിച്ചു. നാട്ടിന് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് ആർക്കും സംഭവിക്കാൻ പാടില്ല. ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു പോവുകയാ. അതുവരെ ഫാമിലിയെ നീ നോക്കണം എന്ന് പറഞ്ഞ് യാക്ക് ആദിയുടെ കയ്യിൽ ചെലവിന് കുറച്ച് പൈസ കൊടുത്തിട്ട് പോവുകയാണ്. അങ്ങനെ ആദി നേരെ ആമിയുടെ അടുത്ത് ചെന്ന്, എടി യാക്ക് നമുക്കെല്ലാവർക്കും പൈസ തന്നിട്ട് പോയി, ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് എടുക്കാം, ഇതാ ഇത് നിനക്കുള്ളത് എന്ന് പറഞ്ഞ് കുറച്ച് പൈസ ആമിക്ക് കൊടുക്കുമ്പോൾ, എനിക്ക് വേണ്ട, എൻ്റെ വിഹിതം ചേച്ചി തന്നെ വെച്ചോ എന്ന് പറയുകയാണ്. അന്നേരം ശരി, ഞാൻ ഒന്ന് ടൗണിൽ പോയിട്ട് നിനക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആമിയെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ആദി ടൗണിലേക്ക് പോവുകയാണ്. ആദി അവിടുന്ന് പോയതിനു ശേഷം അവിടേക്ക് ആ മുത്തശ്ശി വരികയാണ്. വന്ന ഉടനെ ആമിയെ പിടിച്ച് നിലത്തിട്ട് അവളുടെ കൈയും കാലുമൊക്കെ ലോക്ക് ചെയ്തു വെച്ച് വായിൽ നിന്നും ഒരു പല്ല് പറിച്ചെടുത്ത് കറുമുറുവൊന്ന് കടിച്ച് തിന്നാൻ തുടങ്ങി. ആമി അലറി കരയുന്ന ശബ്ദം ആദിയും അമ്മയും കേൾക്കുകയും വീട്ടിലേക്ക് തിരിച്ചു ഓടി വന്ന് നോക്കുമ്പോൾ ആ മുത്തശ്ശി ആമിയുടെ ശരീരത്തിൽ ഇരുന്നിട്ട് ആമിയെ കൊല്ലാൻ നോക്കുന്നത് 2 പേര് കാണുകയും മുത്തശ്ശിയെ അടിച്ച് ആ വീട്ടിൽ നിന്നും ഓടിക്കുകയും ചെയ്തു. മുത്തശ്ശി ഒരു സൈക്കോ ആണ്. അങ്ങനെ അല്പം കഴിഞ്ഞ് യാക്ക് ടൗണിൽ പോയിരുന്നില്ലേ, അവൻ ഇപ്പോൾ പ്രേതപിശാചുകളെക്കുറിച്ച് അറിയുന്ന ഒരു മന്ത്രവാദിനെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അയാൾ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആമി അവിടെ പ്രേതബാധയേറ്റ പോലെ ഇരുന്നിട്ടുണ്ട്. നിനക്കെന്താ പറ്റിയേ, എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് തന്നെ തുപ്പി അയാളെ പച്ച തെറി പറയാൻ തുടങ്ങി. അന്നേരം അയാൾ, എനിക്ക് മനസ്സിലായി, ജൂയി പറഞ്ഞു വിട്ട കൊടൂരാത്മാവല്ലേ നിന്റെ ശരീരത്തിൽ ഉള്ളത്, മര്യാദയ്ക്ക് ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ നിന്ന് പോയിക്കോ എന്ന് പറയുമ്പോൾ, ജൂയിയോ, അതാരാ, ഞാൻ ആമിയാണ് എന്ന് പറഞ്ഞ് അവൾ ആ ബെഡിൽ തന്നെ കിടക്കുകയാണ്. അന്നേരം യാക്ക് മന്ത്രവാദിയോട് ആരാ ഈ ജൂയി എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അയാൾ പറയുന്നു, അതായത് നേരത്തെ ജനാല ചാടി ഒരു മുത്തശ്ശി വന്ന് ആമിയെ ആക്രമിച്ച് അവളുടെ പല്ലിൽ കടിച്ചു തിന്നിരുന്നില്ലേ, ആ മുത്തശ്ശിയാണ് ജൂയി. മുത്തശ്ശി പല വർഷങ്ങളായി മന്ത്രവാദം ഒക്കെ ചെയ്യുമായിരുന്നു. മന്ത്രവാദത്തിലൂടെ ചുറ്റുമുള്ള ആത്മാക്കളെയൊക്കെ ഉണർത്തി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമായിരുന്നു. അതുമാത്രമല്ല ആഭിചാര മന്ത്രവാദം ഒക്കെ ചെയ്ത് ഒടുവിൽ
ആ മുത്തശ്ശിക്ക് തലക്ക് പിരാന്തായി ഒരു സൈക്കോയായി മാറി. അതേപോലെ ഇവിടെയുള്ള ഫാമിലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ ചൂയി മുത്തശ്ശിയാണ്. അങ്ങനെ ഇപ്പോൾ ചൂയി മുത്തശ്ശി അന്വേഷിച്ച് മന്ത്രവാദിയും യാക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നേരം ആ മുത്തശ്ശി ആണെങ്കിൽ കാക്കയുടെയും വവ്വാലിൻ്റെയും മാനിൻ്റെയും ഒക്കെ കുടൽമാല എടുത്തു വന്ന് എന്തോ വലിയ ആഭിചാര പൂജ ചെയ്ത് അതിലേക്ക് നേരത്തെ ആമിയുടെ വായിൽ നിന്ന് ഒരു പല്ലെടുത്ത് വായിലിട്ടു വെച്ചിരുന്നില്ലേ, ആ പല്ല് മുത്തശ്ശി കഴിച്ചിരുന്നില്ല. അതിപ്പോൾ എടുത്ത് ആഭിചാരം ചെയ്താൽ ആ മന്ത്രക്കുടത്തിലേക്ക് ആമിയുടെ പല്ല് ഇടുകയാണ്. അന്നേരം അവിടേക്ക് യാക്കും മന്ത്രവാദിയും എത്തുകയും എന്നിട്ട് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചൂയി അട്ടഹസിച്ചു ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് എന്തായെന്ന് അറിയില്ല ആ സൈക്കോ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്ന കൂർത്ത കമ്പിൽ തല സ്വയം കുത്തി ഇറക്കി കൊടൂരമായി മരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് തിരിച്ചു പോകാൻ നേരത്ത് ചൂയി മരിച്ചു പോയില്ലേ, ഇനി എൻ്റെ ഫാമിലിക്ക് വല്ല പ്രശ്നവും ഉണ്ടാകുമോ, മരിച്ചതോടെ എല്ലാ പ്രശ്നവും തീർന്നു കാണില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർന്നിട്ടില്ല, നമ്മളിവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയി. കാരണം നിന്റെ അനിയത്തിയുടെ ഒരു പല്ല് ചൂയിക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. ചൂയി അത് ഉപയോഗിച്ച് ഒരു ആഭിചാരം ചെയ്തിട്ടുണ്ട്. അതിനാൽ എനിക്ക് പോലും അത് തടുത്തു നിർത്താൻ പറ്റില്ല. ദൈവത്തിന് ചിലപ്പോൾ നിന്നെ സഹായിക്കാൻ കഴിഞ്ഞേക്കാം എന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രിയാവുകയും രാത്രിയാകുമ്പോൾ ആമി എഴുന്നേറ്റ് പോകാറുണ്ടല്ലോ, അതിനാൽ പോകാതിരിക്കാൻ വേണ്ടി അവൾക്ക് ഉറക്ക ഗുളിക കൊടുത്ത് കിടത്തി ബാക്കിയുള്ളവരൊക്കെ ആ റൂമിൻ്റെ പുറത്ത് ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കെ ആ നട്ടപ്പാതിരാക്ക് വീണ്ടും പ്രേതത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആ പ്രേതത്തിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ എല്ലാവരും പതുക്കെ മയങ്ങി വീഴുമല്ലോ. അങ്ങനെ ആ ശബ്ദം കേട്ട് ആദ്യം 2 അനിയന്മാരും ഉറങ്ങിക്കഴിഞ്ഞു. അത് കണ്ട് യാക്ക് ആണെങ്കിൽ 2 പേരെയും വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ യോസും യോടും ഉണർന്നില്ല. അതേപോലെ യാക്കിനും ഉറക്കം വരാൻ തുടങ്ങി. അതിനാൽ മുമ്പത്തെ പോലെ കൈ പൊള്ളിച്ച് മയങ്ങിപ്പോകാതെ നിൽക്കാം എന്ന് ട്രൈ ചെയ്തെങ്കിലും കാര്യം നടന്നില്ല. യാക്കും മയങ്ങിപ്പോവുകയും ചെയ്തു. ആമി ഉണർന്ന് പുറത്തോട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം ആദിയും ഉണർന്ന് എങ്ങനെയൊക്കെയോ ആയി റൂം വിട്ട് പുറത്തോട്ട് വന്ന് യാക്കിനെ ഉണർത്താൻ ശ്രമിക്കുകയാണ്. എന്നാൽ യാക്കാണെങ്കിൽ ഉണരുന്നതേയില്ല. അതിനാൽ അവൻ്റെ മോന്തക്കിട്ട് ഒരു അടി കൊടുക്കുകയും അതോടെ യാക്കിന് ബോധം തിരിച്ചു വരികയും ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള 2 അനിയന്മാരെ ഉണർത്തുകയും തോക്കെടുത്ത് പുറത്തു പോയ ആമിയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് അമ്മയും അച്ഛനും വന്നിട്ട് നിങ്ങൾ ഈ രാത്രി തോക്കുമായി എങ്ങോട്ടാ പോകുന്നത്, തോക്ക് താടാ എന്ന് പറയുമ്പോൾ തോക്ക് കൊടുക്കാൻ തയ്യാറായില്ല. എന്നിട്ട് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ നീ എന്താ ബഗിടനെ പോലെ സംസാരിക്കുന്നത്, ഇക്കാലത്ത് പ്രേതം പിശാച്ച് ഒക്കെ ഉണ്ടോ, മര്യാദയ്ക്ക് വീടിനകത്തേക്ക് പോയിനടാ എന്ന് പറയുകയാണ്. പെട്ടെന്ന് വീടിൻ്റെ മേൽക്കൂരയിൽ കല്ല് മഴ പെയ്യാൻ തുടങ്ങി. അതേപോലെ വീടിനകത്തുള്ള തിങ്സ് എല്ലാം തനിയെ താഴെ വീഴാനും തുടങ്ങി. അതൊക്കെ കണ്ടതോടെ അച്ഛനും കാര്യങ്ങളൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. അങ്ങനെ യാക്ക് പറയുന്നു, നമ്മൾ 3 പേരും ഒരുമിച്ച് അന്വേഷിച്ചാൽ ആമിയെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് 3 പേരും സ്പ്ലിറ്റായി ഓരോ ഭാഗത്തേക്ക് പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞ് 3 പേരും സ്പ്ലിറ്റായി അന്വേഷിക്കാൻ തുടങ്ങി. അതിൽ യാക്കാണെങ്കിൽ അടുത്തുള്ള ഒരു ചോള കൃഷിയിടത്ത് പോയിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നൊരു പ്രേതം വന്ന് അവൻ്റെ കൈക്ക് പിടിക്കുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. അതുമാത്രമല്ല അവൻ്റെ ചുറ്റിലും ആരോ ഓടുന്നത് പോലെയൊക്കെ അവന് ഫീൽ ആവുകയാണ്. അതോടെ ഭയന്ന് തോക്കും പിടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഓപ്പോസിറ്റായി ആരോ വന്ന് നിൽക്കുകയാണ്. ആ ഒരു വെപ്രാളത്തിൽ തോക്കെടുത്ത് ഒരൊറ്റ പൊട്ടിക്കൽ. എന്നാൽ ഓപ്പോസിറ്റായി വന്നു നിന്നത് മറ്റാരുമല്ല, അവൻ്റെ സ്വന്തം അമ്മയായിരുന്നു. കഴുത്തിന് വെടിയേറ്റ് അമ്മ നിലത്ത് വീണും മരിച്ചു പോവുകയും ചെയ്തു. എന്നാൽ മരിച്ചുപോയ അമ്മ വീണ്ടും ജീവനോടെ എഴുന്നേറ്റ് വെടിയേറ്റ് ഒടിഞ്ഞു പോയ കഴുത്ത് നേരെയാക്കി യാക്കിനെ കൊല്ലാനായി പോവുകയാണ്. യാക്കാണെങ്കിൽ അവിടുന്ന് ഓടാൻ തുടങ്ങി. ഓടിപ്പോയി എത്ര ഓടി പോയെങ്കിലും അമ്മയുടെ രൂപത്തിലുള്ള ആ പ്രേതം പിടിവിടാതെ പുറകെ വരുന്നതിനാൽ യാക്ക് തിരിഞ്ഞു നിന്ന് വീണ്ടും വെടിവെക്കാൻ നോക്കിയെങ്കിലും ഇപ്പോൾ ആ പ്രേതത്തെ കാണാനില്ല. എന്നാൽ ഇപ്പോൾ ധൈര്യമൊക്കെ ചോർന്ന് ഭയം കൂടി നിൽക്കുന്ന ആ ഒരു സമയത്തിൽ പെട്ടെന്ന് വീണ്ടും ദേ അമ്മയുടെ രൂപം വന്നു നിൽക്കുന്നു. എന്നാൽ അത് ഒറിജിനൽ അമ്മ തന്നെയായിരുന്നു. പ്രേതം ആണെന്ന് കരുതി അമ്മയെ വെടിവെക്കാൻ നോക്കിയെങ്കിലും പെട്ടെന്ന് അവിടേക്ക് അനിയൻ വന്ന് തടുത്തു നിർത്തുകയാണ്. ഇതേ നേരം ആദിയാണെങ്കിൽ കുട്ടിപ്പെണ്ണിനെ നോക്കി വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വീടിൻ്റെ കതക് ആരോ തട്ടുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്നാൽ അവളുടെ അച്ഛനും അമ്മയും ബ്രദേഴ്സും എല്ലാവരും പുറത്തു തന്നെയാണ് ഉള്ളത്. പിന്നെ ആരാണ് കതക് തട്ടുന്നത് എന്നൊരു ഭയത്തിൽ കതക് തുറക്കാതെ ഇരിക്കുമ്പോൾ കുട്ടിപ്പെണ്ണ് ആണെങ്കിൽ പെട്ടെന്ന് പോയി കതക് തുറക്കാൻ നോക്കുമ്പോൾ തന്നെ ആദി ചെന്ന് അവളെ തടുത്തു നിർത്തി അവിടെ തന്നെ റൂമിൽ പതുങ്ങി ഇരിക്കുകയാണ്. അന്നേരം നോക്കിയാൽ ആ പ്രേതം ഡോറിൻ്റെ ചെറിയൊരു ഗ്യാപ്പിലൂടെ കൈ മാത്രം അകത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ കൈ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൈയിലെ തോലൊക്കെ പൊട്ടി
ആ ഒരു വികൃതമായ കൈ മാത്രം അകത്തേക്ക് വരുന്നത് കണ്ട് ആ കൊടൂര ദൃശ്യം കണ്ട് ആദിയും കുട്ടിപ്പെണ്ണും പേടിച്ച് അലറി അവിടെ പതുങ്ങി ഇരിക്കുകയാണ്. അലറിയ ശേഷം വീണ്ടും അങ്ങോട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ആ കൈ കാണാനില്ല. അതിനുശേഷം അവിടേക്ക് എല്ലാവരും എത്തുകയും അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആ മന്ത്രവാദി ഉണ്ടല്ലോ, അയാളുടെ ഒരു ഗുരു കൂടിയുണ്ട്. അയാൾ വലിയൊരു മന്ത്രവാദിയാണ്. അയാളെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്. ഗുരു ആണെങ്കിൽ അവിടെ മൊത്തം ചുറ്റിക്കറങ്ങി നോക്കിയ ശേഷം ആമി മയങ്ങി വീണ ആ മുളങ്കാട്ടിൽ പോയി നിന്ന് ഈ മുളകളൊക്കെ എന്തേ വെട്ടി വിൽക്കാത്തത്, വളർന്ന് പന്തലിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ അച്ഛന് ഇഷ്ടപ്പെട്ട മുളകളാണ്, അതുകൊണ്ടാ വിൽക്കാത്തത് എന്ന് പറയുകയാണ്. അതിനുശേഷം ഗുരു നേരെ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. കയ്യിലുള്ള ഒരു കുന്ത്രാണ്ടം ഉപയോഗിച്ച് എന്തോ മന്ത്രവാർത്ത എഴുതിയ ശേഷം നേരെ അകത്തു കയറി ആമിയെ കാണുകയാണ്. എന്നിട്ട് ഏയ് ദുഷ്ടശക്തിയെ, ഇവളുടെ ശരീരം വിട്ട് പുറത്തു പോകുന്നതാണ് നിനക്ക് നല്ലത് എന്ന് പറയുമ്പോൾ ആമിയാണെങ്കിൽ ഇപ്പോൾ പാവത്തെ പോലെ ഇരുന്ന് അമ്മേ എനിക്ക് പേടിയാവുന്നു, എൻ്റെ അടുത്തേക്ക് വാ അമ്മേ എന്ന് പറയുകയാണ്. അത് കേട്ട് അമ്മ അടുത്തേക്ക് പോകാൻ നോക്കുമ്പോൾ യാക്കാണെങ്കിൽ അമ്മയെ തടഞ്ഞു നിർത്തുകയാണ്. അന്നേരം ഗുരുവാണെങ്കിൽ മന്ത്രങ്ങൾ ചൊല്ലി ആമിയുടെ നെറ്റിയിൽ വിരൽ വെച്ചതും ആമിയാണെങ്കിൽ കൊടൂരമായി അലറാൻ തുടങ്ങി. അമ്മയ്ക്ക് ആണെങ്കിൽ ആമി കരയുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ ആമിയെ കെട്ടിപ്പിടിച്ച് ഇരിക്കുമ്പോൾ അമ്മയെ അവളുടെ അടുത്ത് നിൽക്കല്ലേ, ഇങ്ങോട്ട് വാ, അവളുടെ ശരീരത്തിൽ പ്രേതാത്മാവുണ്ട് എന്ന് പറഞ്ഞെങ്കിലും അമ്മ അതൊന്നും കേൾക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അത് കണ്ട് അച്ഛന് ദേഷ്യം വന്ന് ഒരു വടിയെടുത്ത് ആമിയെ നോക്കി എൻ്റെ മോളുടെ ശരീരത്തിൽ ആരാണ് കയറിയത്, പുറത്തേക്ക് വാ പിശാശേ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പുറത്തു വരില്ല എന്ന് ഒരു ആൺകുട്ടിയുടെ വോയിസിൽ ആമി പറയുകയാണ്. ഗുരു ആലോചിച്ച് എല്ലാവരെയും കൂട്ടി നേരെ ആ മുളങ്കാടിൻ്റെ അടുത്ത് ചെന്ന് എല്ലാറ്റിനും കാരണം ഇവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഇതൊക്കെ വെട്ടിക്കള എന്ന് കൂടി പറയുകയാണ്. അന്നേരം കൂടെയുള്ളവർ അയ്യോ ഞങ്ങളുടെ അച്ഛൻ ഇതറിഞ്ഞാൽ അച്ഛൻ ഞങ്ങളെ കൊല്ലും എന്ന് പറയുമ്പോൾ അത് ശരി, അപ്പോൾ നിങ്ങളുടെ അനിയത്തിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ, അവളെ രക്ഷിക്കണമെങ്കിൽ ഇത് വെട്ടിയേ തീരൂ എന്ന് പറയുകയും പിന്നെ ഒന്നും നോക്കിയില്ല. എല്ലാവരും ചേർന്ന് മുളങ്കാട്ടിലെ ഓരോ മുളയും വെട്ടിയെടുക്കാൻ തുടങ്ങി. അന്നേരം അവിടേക്ക് അച്ഛൻ എത്തുകയും അതൊക്കെ കണ്ട് ദേഷ്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, എത്ര വർഷമായി ഞാൻ വളർത്തുന്ന എൻ്റെ മുളത്തോട്ടമാണിത്, ഇത് വെട്ടിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ തീരാതെ ഇത് വെട്ടിയാൽ മാത്രമേ ചില കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ എന്ന് ഗുരു പറയുകയാണ്. അങ്ങനെ ആ മുളങ്കാട് പകുതി വെട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും എന്തോ ദുർഗന്ധം അടിക്കാൻ തുടങ്ങി. അങ്ങനെ ബാക്കിയുള്ള കാടൊക്കെ വെട്ടിത്തളിച്ചപ്പോൾ അതിനകത്ത് എന്താ ഉള്ളത് എന്ന് പോയി നോക്കുമ്പോൾ അതിൽ മനുഷ്യൻ്റെ ആണോ ആടിൻ്റെ ആണോ പോത്തിൻ്റെ ആണോ എന്നറിയില്ല ഒരുപാട് കുടൽമാലകൾ ഒക്കെ കാണുകയാണ്. അതേപോലെ ഓരോ അവയവങ്ങൾ ഒക്കെയുണ്ട്. അതിൽ ഒരു അവയവത്തിന് ജീവനുള്ളത് പോലെയുണ്ട്. അതൊക്കെ കണ്ട് ഗുരു പറയുന്നു ഇതാണ് പ്രശ്നം, ഇത് കണ്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റും, ഇത് ചൂയി മുത്തശ്ശിയുടെ പണിയാണ്. അന്നേരം പെട്ടെന്ന് അവിടേക്ക് ആമി വിരളി പിടിച്ചവളെ പോലെ ഓടി വരുമ്പോൾ അവളെ എല്ലാവരും പിടിച്ചു നിർത്തുകയും അന്നേരം ഗുരുവാണെങ്കിൽ അവളുടെ നെറ്റിയിൽ കൈവച്ച് മന്ത്രങ്ങൾ ചൊല്ലവേ അവൾ അവിടെ നിലത്ത് വീണ് മയങ്ങി പോവുകയാണ്. അതിനുശേഷം ആ മുളങ്കാട്ടിൽ ഉള്ള അവയവങ്ങൾ ഒക്കെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ഗുരു തൻ്റെ കയ്യിലുള്ള മന്ത്ര കത്തിയെടുത്ത് നിലത്ത് ഉരസുകയും അതോടെ ആമിയുടെ ശരീരത്തിലുള്ള പ്രേതാത്മാവ് പോവുകയും ചെയ്തു. എന്നാൽ ഇത് പൂർണ്ണമായി ഒഴിഞ്ഞു പോയിട്ടില്ല. ഇവളെ രക്ഷിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് പോകണം എന്നൊക്കെ ഗുരു പറയുകയാണ്. എന്നാൽ എല്ലാവർക്കും ഒരുമിച്ച് ആ വാഹനത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അതിനാൽ ആദ്യം അച്ഛനെയും ഒരു ബ്രദറിനെയും കുട്ടിപ്പെണ്ണിനെയും അവിടെ നിർത്തി ബാക്കിയുള്ളവരൊക്കെ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് കാറിൽ പോവുകയാണ്. പോകുന്ന വഴിയിൽ വെച്ച് അതെന്താ ചൂയി മുത്തശ്ശി എൻ്റെ അനിയത്തിയെ മാത്രം നോട്ടമിട്ടും മന്ത്രവാദ ആഭിചാരം ഒക്കെ ചെയ്തെന്ന് ഏൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഗുരു പറയുന്നു അങ്ങനെ ചോദിച്ചാൽ നിന്റെ അനിയത്തിയും ചൂയി മുത്തശ്ശിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. എന്നാൽ പൊതുവെ ഈ കൂടോത്രം ആഭിചാരമൊക്കെ ചെറിയ കുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ ആണ് പെട്ടെന്ന് ഏൽക്കുന്നത്. അതിനാലാണ് നിന്റെ അനിയത്തിയെ ചൂയി തിരഞ്ഞെടുത്തത്. ഇത് മാത്രം ഒരു കാരണമായി എടുക്കാനും പറ്റില്ല. അതേപോലെ നിന്റെ അനിയത്തി മരിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത ഒരു പെൺകുട്ടി കൂടിയാണ്. അത് കേട്ടപ്പോൾ അമ്മ പറയുന്നു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ആമിക്ക് മലേറിയ വന്നിരുന്നു. അങ്ങനെ മലേറിയ കൂടിക്കൂടി വന്ന് അവൾ മരിക്കാൻ ആയ അവസ്ഥയിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്തായി എന്നറിയില്ല, അത്ഭുതകരമായിട്ടാണ് അവൾ അസുഖം ഒക്കെ മാറി രക്ഷപ്പെട്ടത്. അങ്ങനെ രക്ഷപ്പെട്ടതിന് ശേഷമാണ് പിന്നീട് അവൾക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തുടങ്ങിയത്. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും അതേപോലെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ അമ്മ പറയുകയാണ്. അങ്ങനെ ഇവർ യാത്ര ചെയ്തു പോയിക്കൊണ്ടിരിക്കെ ഗുരു പറയുന്നു ഞാൻ നിനക്ക് മന്ത്രിച്ച ഉണ്ട ഇട്ട് തന്ന തോക്ക് ഉണ്ടല്ലോ, അത് കൃത്യസമയത്ത് തന്നെ ഉപയോഗിക്കണം. പ്രേതം വരുമ്പോൾ പ്രേതത്തെ വെടിവെക്കണം. വാഹനത്തിൻ്റെ പിൻ സീറ്റിലാണ് ആദി ഇരുന്നിട്ടുള്ളത്. ആദി നോക്കുന്നിടത്തൊക്കെ ഇപ്പോൾ പ്രേതാത്മാക്കളെ കാണാൻ തുടങ്ങി. അതേപോലെ
അതേപോലെ തുടക്കത്തിൽ മരിച്ച നാർട്ടിയുടെ പ്രേതാത്മാവും അവിടെ നിൽക്കുന്നതായി കാണുകയാണ്. പ്രേതാത്മാക്കളൊക്കെ അവരെ മുന്നോട്ട് പോവാൻ സമ്മതിക്കാതെ തടസ്സം നിൽക്കുകയാണ്. എന്നാൽ കയ്യിലുള്ള മന്ത്രിച്ച ഉണ്ട നിറച്ച തോക്കെടുത്ത് പ്രേതത്തിന്റെ നേർക്ക് പൊട്ടിച്ച് അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിൻ സീറ്റിലുള്ളവരുടെ മുന്നിലേക്ക് നാർട്ടി പ്രത്യക്ഷപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാവരും അലറാൻ തുടങ്ങി. അന്നേരം ഗുരു, നിങ്ങളാരും പ്രേതത്തിന്റെ കണ്ണിലേക്ക് നോക്കരുത്, നിങ്ങൾ കണ്ണിലേക്ക് നോക്കാതിരുന്നാൽ പ്രേതത്തിനും നിങ്ങളെ കാണാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അതിനാൽ എല്ലാവരും കണ്ണു മൂടി ഇരിക്കുകയാണ്. എന്നാൽ ആദി ആണെങ്കിൽ കൗതുകം ലേശം കൂടിയതിനാൽ 2 വിരലുകൾക്കിടയിലൂടെ നോക്കുമ്പോൾ പ്രേതം അടുത്തേക്ക് വരാൻ തുടങ്ങി. അന്നേരം യാക്ക് ആണെങ്കിൽ പുറത്തോട്ട് നോക്കുമ്പോൾ അവിടെ അവന്റെ ഫാമിലിയിലുള്ള എല്ലാവരും നിന്നതായി കാണുകയാണ്. എന്നാൽ അത് പ്രേതത്തിന്റെ ട്രാപ്പായിരിക്കും, അതായത് വാഹനം നിർത്താൻ വേണ്ടിയുള്ള ഒരു കെണിയായിരിക്കും എന്ന് മനസ്സിലാക്കി വാഹനം നേരെ ഓടിച്ച് എല്ലാറ്റിനെയും ഇടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു. അതിനാൽ പ്രേതമൊക്കെ മാഞ്ഞു പോവുകയും പുറകിലുണ്ടായിരുന്ന നാർട്ടിയുടെ പ്രേതാത്മാവും അപ്രത്യക്ഷമാവുകയും ചെയ്തു. എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് പറഞ്ഞ് എല്ലാവരും സമാധാനിക്കുമ്പോൾ പുറകിലിരുന്നിട്ടുള്ള ആമി എന്തൊക്കെയോ കുണുകുണു എന്ന് മന്ത്രങ്ങൾ ഉരുവിടാൻ തുടങ്ങി. അന്നേരം ഗുരു മന്ത്രങ്ങൾ ചൊല്ലി ആമിയുടെ തല കൈ വെക്കാൻ നോക്കുമ്പോൾ തന്നെ ആമി ഗുരുവിന്റെ കൈ പിടിച്ച് കടിച്ച് തുപ്പുകയാണ്. അതേപോലെ കാർ നിയന്ത്രണം വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ആക്സിഡന്റായി മറിഞ്ഞ് വീഴുകയും ചെയ്തു. അങ്ങനെ അല്പം കഴിഞ്ഞ് യാക്കിന് ബോധം വരികയും അന്നേരം അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരികയാണ്. നീയാണ് വീട്ടിൽ മൂത്തവൻ, അതുകൊണ്ട് അനിയത്തിമാരെയൊക്കെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നില്ലേ? അങ്ങനെ അതൊക്കെ ഓർത്ത് നിന്ന് നോക്കുമ്പോൾ താഴെയാണെങ്കിൽ എല്ലാവരും മയങ്ങിക്കിടക്കുന്ന കാഴ്ച കാണുകയാണ്. അതേപോലെ ഇവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മന്ത്രിച്ച തോക്ക് ആണെങ്കിൽ ഇപ്പോൾ ആമിയുടെ കയ്യിലാണുള്ളത്. ആമിയുടെ ശരീരത്തിൽ പ്രേതാത്മാവ് ഉണ്ടല്ലോ. അതിനാൽ യാക്കിനെ നോക്കി, എടാ, എനിക്ക് ആമിയുടെ ശരീരം മാത്രം മതി, എനിക്കെതിരെ നിങ്ങളുടെ കുടുംബത്തിലെ ആരെങ്കിലും തടസ്സം നിന്നാൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വിരട്ടുകയാണ്. അതുമാത്രമല്ല ഗുരുവിന്റെ അസിസ്റ്റന്റ് ആയ മന്ത്രവാദിയുടെ തലക്ക് ഒരൊറ്റ പൊട്ടിക്കൽ. എന്നിട്ട് ദേ നോക്ക്, ഇനി ഈ തോക്കിൽ 3 ഉണ്ടയുണ്ട്, ഇത് വെച്ച് ഞാൻ ആരെ പൊട്ടിക്കണം? നിന്റെ അമ്മയെയാണോ, അതോ അനിയത്തിയാണോ, അതോ അനിയന്മാരെ ആണോ? ആരെയാ പൊട്ടിക്കേണ്ടത്? അതൊക്കെ കേട്ട് യാക്ക് പറയുന്നു, നീ ആരെയും കൊല്ലണ്ട, നിനക്ക് പറ്റുമെങ്കിൽ എന്നെ കൊല്ല് എന്ന് പറഞ്ഞ് പ്രേതത്തോട് യാക്ക് വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ ആദി കണ്ണു തുറക്കുകയും നോക്കിയാൽ ആമി വെടിവെക്കാൻ നോക്കിയതും മന്ത്ര കത്തിയെടുത്ത് ആമിയുടെ കയ്യിൽ ഒരൊറ്റ വെട്ടൽ. അതോടെ ആമിയുടെ ശരീരത്തിലുണ്ടായിരുന്ന പ്രേതം പുറത്തു വരികയും ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, യാക്ക് ആണെങ്കിൽ മന്ത്രിച്ച ആ തോക്കെടുത്ത് പ്രേതത്തിന്റെ തലയിലേക്ക് ഒരൊറ്റ പൊട്ടിക്കൽ. അങ്ങനെ ആ പ്രേതത്തിന്റെ കഥയും കഴിഞ്ഞു. അങ്ങനെ ആമിയുടെ കയ്യിൽ കത്തിക്കൊണ്ട് മുറിഞ്ഞതിനാൽ അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇനിയെന്താ, അനിയത്തിയെ രക്ഷിച്ചു, പ്രശ്നങ്ങളൊക്കെ തീർന്നു എന്ന് കരുതുമ്പോൾ വീണ്ടും ആമി അവളുടെ പരിപാടി തുടങ്ങി. അതായത് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ പല്ല് അവൾ തന്നെ കടിച്ച് പൊട്ടിച്ച് കയ്യിലെടുത്ത് നേരെ ആദിയുടെ കയ്യിൽ കൊടുത്ത് ഒരുമാതിരി കുറുകുറു എന്ന് നോക്കുകയാണ്. എന്നിട്ട് ചേച്ചി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ബെഡിൽ കിടന്ന് ഒരുമാതിരി പിടയാൻ തുടങ്ങി. തുടക്കത്തിൽ നാട്ടി എന്ന പെൺകുട്ടി എങ്ങനെയാണോ കൊടൂരമായി ബെഡിൽ പിടഞ്ഞ് വയറ് പൊട്ടി വായിൽ നിന്നും ഒക്കെ രക്തം വന്ന് മരിച്ചതോ അതേപോലെ ഇപ്പോൾ ആമിയും കൊടൂരമായി മരിക്കുകയും ചെയ്തു. അതൊക്കെ ഒരു വശത്ത് നിന്ന് ആ ഒരു കൊടൂര പ്രേതം നോക്കി നിൽക്കുകയാണ്. ഈ പ്രേതമാണ് എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം ആമിയുടെ മരണാനന്തര ചടങ്ങുകൾ ഒക്കെ ചെയ്ത് എല്ലാവരും തിരിച്ചു വീട്ടിലോട്ട് പോവുകയും ചെയ്തു. എന്നാൽ യാക്കിന് ആമി മരിച്ചതിൽ ഒരുപാട് ദുഃഖമുണ്ട്. എല്ലാറ്റിനും കാരണം ആ പ്രേതമാണ് എന്ന് മനസ്സിലാക്കി ആ പ്രേതത്തെ കണ്ട ആ വലിയൊരു മരം ഇല്ലേ, ആ മരത്തിന്റെ അടുത്തുള്ള പലക ഉടച്ചും മരം അടക്കം കത്തിച്ചും നശിപ്പിക്കുകയാണ്. അതൊരു കനലായി മാറിയെങ്കിലും യാക്കിന് തൻ്റെ അനിയത്തിയെ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് ദുഃഖവും അതേപോലെ പ്രേതത്തോട് പകയും ഉള്ളിൽ കനലായി ബാക്കി നിൽക്കുകയാണ്. അവസാനം പ്രേതത്തോടായി യാക്ക് മനസ്സിൽ പറയുകയാണ്, ഇത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് കരുതേണ്ട, നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞ് യാക്ക് കലിപ്പിൽ നിൽക്കുമ്പോൾ ഈ ചിത്രം ഇവിടെ അവസാനിക്കുന്നു. ഇനി ഇതിൻ്റെ 2ാം ഭാഗം കൂടി ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ അത് കാണാം. അതുവരേക്കും ബൈ ബൈ.